അപ്പോൾ ബോണിക്ക് ഭയങ്കര സില്ലിയായിട്ട് തോന്നിയേക്കാം, പക്ഷെ അതെല്ലാം ഇവിടെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പറയട്ടെ, ഭക്ഷണം മിച്ചം വെക്കാൻ പാടില്ല, ഫുഡ് കഴിക്കുമ്പോൾ താഴെ വീഴാൻ പാടില്ല ഒരു തരി പോലും. വരൂ. ഫ്രിഡ്ജ് തുറന്നാൽ 20 സെക്കൻഡിനകം അടയ്ക്കണം. അതായത് ഫ്രിഡ്ജ് തുറക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് വേണം തുറക്കാൻ. മനസ്സിലായില്ലല്ലോ. വീട്ടിനുള്ളിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ നനഞ്ഞ ചപ്പൽ ഒട്ടും പാടില്ല. മമ്മിയുടെ റൂളാ. ഉപയോഗിച്ച തുണിയിൽ അവിടെ എവിടെയും വലിച്ചെറിയാൻ പറ്റില്ല. നനഞ്ഞ ടവല് ഒരു കാരണവശാലും കട്ടിലിൽ കൊണ്ടുവന്ന് ഇടരുത്. പിന്നെ ഉടുത്തോണ്ട് മുറ്റത്ത് കൂടെ നടക്കണോ ഉണങ്ങാൻ വേണ്ടി? ഇതാണ് മമ്മിയുടെ റൂം. ഞാൻ ബോണിയെ ഒരു ദിവസം തുറന്നു കാണിക്കാം. നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷെ മമ്മി ബോണിയെ അക്സെപ്റ്റ് ചെയ്യുന്ന ദിവസം. ഈ വീട്ടിൽ ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിന്റെ ഡിസൈനും ഒക്കെ മമ്മിയുടെ ഇഷ്ടപ്രകാരം. അതിന്ന് ഒരു സാധനം മറന്ന മമ്മിക്ക് ഇഷ്ടമല്ല. ചുരുക്കം പറഞ്ഞ ഈ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മമ്മിയാ. ബോണി, മമ്മിയെ പരിചയപ്പെടണ്ടേ? ഞാനോ? പരിചയപ്പെടാം. മമ്മിയോട് ഹലോ പറ. ഹലോ മമ്മി. ഹലോ മമ്മി. ഹലോ മമ്മി. ഞാൻ പറഞ്ഞില്ലേ, മമ്മിക്ക് ഒരു കുഴപ്പമില്ല. അല്ലേ? ബോണി ഇപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇത്രേ ഉള്ളൂ. ഞാനാകെ പേടിച്ചു പോയല്ല. ഹലോ മമ്മി. പേടിക്കണ്ട ബോണി, പ്രത്യേകിച്ചും പ്രൈവസിയുടെ കാര്യത്തില്. ബോണിക്കത് എന്തായാലും കിട്ടും. ബാത്റൂം. മമ്മി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരാണ്. ഞങ്ങളൊക്കെ നവദമ്പതികളാണ്, ന്യൂലി വെഡഡ്. ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം. എന്ത് താഴെ അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ബോണി, കൺട്രോൾ ഉണ്ടെങ്കിൽ. കൺട്രോൾ ഇല്ല എനിക്ക്, അതാ പ്രശ്നം. ഞാൻ ഇവിടെ കിടക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അത് പറയാനാ വന്നേ. ഇനി എന്നെ വിളിക്കരുത്. ഇതാണ് സണ്ണിന്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറയുന്നത്. എന്താണ്? നിന്റെ ഭാര്യ എവിടെ ആയിരിക്കോ അവിടെ തന്നെ ആയിരിക്കും നിന്റെ അമ്മായി അമ്മ. യു മീൻ? അത് തന്നെ. സ്റ്റെഫി എവിടെ ഉണ്ടോ അവിടെ തന്നെ അവളും ഉണ്ടാവും. അവൾ ഇവിടം വിട്ട് പോകാത്ത തന്നെ മോക്ക് വേണ്ടിയാ. അപ്പൊ എന്നാ താമസം മാറാൻ പോന്നെ? ഇനിയിപ്പോ വാടകയ്ക്ക് വീട് പൊളിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ വീടുണ്ടല്ലോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇയാള് ശാസ്ത്രജ്ഞനായതെങ്ങനെയാണ്? യു ആർ ഇൻ ഡേഞ്ചർ, കം വിത്ത് മീ. കൊത്തിയോ? താനാരടോ? എന്റെ ജീവിതാപകടത്തിലാന്ന് തന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ആണോ അല്ലയോ? ആണെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. പ്ലീസ് കം. ഭയം മാറ്റിവെച്ച് ഇവിടെ ശ്രദ്ധിക്കൂ. ആദ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഐ ആം ബോസ്, ആൻ ഇൻവെസ്റ്റിഗേറ്റീവ് പോഡ്കാസ്റ്റർ. പ്രശസ്തമായ ദ ബോസ് ഡയറീസ് എന്ന പോഡ്കാസ്റ്റിംഗ് എന്റേതാണ്. കേട്ട് കാണും? ഇല്ല. ഇല്ലേ? എൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് 8 മാസമായിട്ടുള്ള പഠനങ്ങളാണ് ഇതെല്ലാം. ജനുവരി 24, 2020 ഷിംലയിൽ നടന്നൊരു ബാങ്ക് കൊള്ളയാണ്. 55 വയസ്സ് മുകളിൽ പ്രായമുള്ള ഒരു പുരുഷനും ഒരു യുവതിയുമാണ് ഇതിന് പിന്നിൽ. 2 പേരും മലയാളികളാണ്. ഇതുവരെ പിടിക്കപ്പെട്ടിട്ടുമില്ല. സോറി ടു സേ. സാമുവൽ ആൻഡ് ഹിസ് ഡോട്ടർ സ്റ്റെഫി, അവരാണ് 2 പേർ. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? വിശ്വാസം വരുന്നില്ലല്ലേ? സാമുവലും അയാളുടെ മകളും കേരളത്തിലേക്ക് വന്ന സമയം ഇവിടെ നടത്തിയ ബാങ്ക് ഇടപാടുകൾ, ഇതെല്ലാം ഷിംലയിലെ ഈ കൊള്ളയുമായി ബന്ധിപ്പിക്കാൻ എനിക്ക് സാധിക്കും. തനിക്ക് മുന്നേ സ്റ്റെഫിക്ക് പല അലയൻസുകളും വന്നു. എന്തായിരിക്കും നടക്കാതെ പോയത്? എന്തായിരിക്കും? ആ പെൺകുട്ടി
ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആ വീട്ടിൽ സ്ഥിരമായി കേൾക്കുന്ന ചില അപശബ്ദങ്ങൾ, ഈ അടുത്തായി കേൾക്കുന്ന ചില നിലവിളികൾ, അവർ കൊള്ള അവസാനിപ്പിച്ചിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. So I strongly believe Mr. Samuel and his daughter Steffi are criminals. Such a shocking news. ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ, ഒരു അദൃശ്യ ശക്തി ഇവരുടെ പിന്നിലുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സത്യമായിട്ട് ഞാനും വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് തെളിയിക്കാൻ തന്റെ സഹായം വേണ്ടി വരും എനിക്ക്. ചെയ്തു തരാം, എന്ത് വേണേലും ചെയ്തു തരാം. Yeah, you have that spirit. Yeah, I know the spirit. ബോണിക്കൊരു പ്രശ്നം വന്നാൽ നീ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ബോണിക്ക് വേണ്ടി നീ എന്തും ചെയ്യും, കാരണം ബിച്ചു ബോണിയുടെ ഉയർന്നൻപൻ. അതാണ്. എടാ ഒന്നുമില്ല, ദേ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോ സ്റ്റെഫി ഇറങ്ങി വരും. അപ്പൊ അവളുടെ ഒരു ബാഗ് ഇരിപ്പുണ്ടാവും. നീ ചോദിച്ചാൽ തരില്ലാത്തോണ്ട് അതും തട്ടിപ്പറിച്ചിട്ട് ഇങ്ങോട്ട് പോരുക. അത്ര അതൊക്കെ. എടാ നീ ഒരു കാര്യം വിശ്വസിക്കുക, നീ ഇത് ചെയ്യുന്നതുകൊണ്ട് ബോണിക്ക് നല്ലതേ വരും. അതെ, വരുന്നു. ചെല്ലു. എന്താ ഐസ്ക്രീം തമ്പി അതിന്? അയ്യല്ല ദൃഷ്ടി പെട്ടാ നമ്മളത്. എടാ അതൊക്കെ വിട്. അവക്കെന്റെ മോ അറിയത്തില്ലേ? എഴുതി വെച്ചോ, ക്ലാസ് തുടക്കുന്ന കെട്ടിക്കോ. ബിച്ചു അറ്റാക്കിൽ കുട്ടിക്കൊന്നും പറ്റരുതേ. எல்லாமே போனிக்காகதான். உயிர் நண்பனுக்கு உடல் மண்ணுக்கு. ഹായ് നല്ല വർണ്ണ ശബളമായ എനിക്ക് തലവർക്കത്തിന് സുഖം പ്രയോഗം വേണ്ട. എടാ ബോണി, നീ എന്താ പറഞ്ഞത്? നിന്റെ കെട്ടിയോടെ കുഞ്ഞമ്മ അവിടെ കൂടെ ഉണ്ടെന്നോ? എടാ ഞാൻ നമ്മുടെ ബിച്ചുവിനെ അങ്ങോട്ട് വിട്ടണ്ടാ. ഇപ്പൊ കാര്യങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി ആയിട്ട് ബിച്ചു ഇങ്ങോട്ട് വരൂടാ. ഒരൊറ്റ മിനിറ്റ് ബിച്ചുതേ വരുന്നുണ്ടാ. വണ്ടി എടുത്ത് തിരിച്ചിട്ടാ ഫോണി ചൊല്ല. ബിച്ചു നിന്റെ കാണാം, പക്ഷെ എത്തുന്നില്ല. ഒറ്റ മിനിറ്റ്. ബിച്ചു ഇവിടെ ടൈൽസിന് പകരം ട്രെഡ്മില്ലാണെന്ന് തോന്നുന്നു. ബിച്ചു ആടാ, വന്ന് കേറാ. അയ്യോ എനിക്ക് ബിച്ചു ലോക്കായി. മമ്മി റിയലല്ലേ? തനിയെ കുട്ടിയെടുത്ത് പോടാ. എവിടെ നോക്കിയാലും ഇപ്പൊ കൊച്ചല്ലോ. എല്ലാം ഉണ്ടെന്ന് ചെക്ക് ചെയ്യണേ, ഒന്നിനും ടൈം കിട്ടിയില്ല. ആരോ എന്നെ എന്തൊക്കെയോ. നിന്റെ അയ്യോ ഐസ്ക്രീം തമ്പി ചേട്ടൻ. എന്താ? ഞാൻ ചുമ്മാ ഇടുന്ന് ഓടണം. ഇത് ഞാനല്ല, ഇതെന്റെ കൈയല്ല. ചേട്ടാ വിളിക്കണ്ട ചേട്ടാ, ഉറങ്ങട്ടെ. നല്ല ക്ഷീണം കാണും. കുരുവേ എന്തോ വിട്ടുപോയ പോലെ. ഗുഡ് മോർണിംഗ്. ബോഡി നല്ല ഉറക്കത്തിലായോണ്ടാ വിളിക്കാനേ. ഞാനും പപ്പയും പള്ളി പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. പിശാചികളുടെ അടുത്ത് ഒറ്റയ്ക്കായി പോരുന്നത് പറഞ്ഞിട്ട്. യെസ്, എല്ലാ ഞായറാഴ്ച ഇവിടുത്തെ നൊട്ടോറിയസ് ക്രിമിനൽസ് പുറത്തു പോകുമ്പോൾ ഞാൻ ഈ വീട് ചുറ്റിപ്പറ്റി നടക്കാറുണ്ട്. പക്ഷെ ഇന്നേ വരെ ക്രൈം സ്പോട്ടിൽ നിന്ന് എനിക്ക് ഒരു തെളിവും ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. ക്യാൻ യു ഹെൽപ് മീ? ട്രസ്റ്റ് മീ, ഈ കേസ് തെളിയിക്കാൻ ഞാൻ എന്ത് റിസ്ക് എടുക്കും. ശരി. ചെരുപ്പൊന്നും ഇറ്റ്സ് ഓക്കെ. അത് മോശമല്ലേ? ഒറ്റ പ്രശ്നമല്ല. ബാ. ഓ സ്വീറ്റ് കൈൻഡ്. എന്താ വിറയ്ക്കുന്നേ? രാവിലെ അടിച്ചില്ലേ? നിഗൂഢതകൾ നിറഞ്ഞ ഈ വീട്ടിൽ നിന്നും എന്തും തെളിവായി ലഭിച്ചേക്കാം. യു ഷുഡന്റ് മിസ് ഇറ്റ്. ലെറ്റ് ബി എ ടൈനി പീസ് ഓഫ് ഗ്ലോബ് ഓർ ഒരു അജ്ഞാത കൊലപാതകി വരെ. എന്റെ പഠനങ്ങളാണ് ശരിയെന്ന് ഞാൻ ഇവിടെ തെളിയിക്കും. ഇവിടുത്തെ പപ്പേനെ കുറിച്ച് എന്തോ പറഞ്ഞിരുന്നില്ലേ അന്ന് കണ്ടപ്പോ? യെസ്, ഞാൻ പറഞ്ഞു. ഹീസ് എ ക്രിമിനൽ.
എന്റെ വൈഫിനെ കുറിച്ച് ഇവിടുത്തെ മോളെ കുറിച്ച് എന്തോ പറഞ്ഞിരുന്നില്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിമിനൽസ് ആയ ഒരു പപ്പയ്ക്കും മമ്മിക്കും ഉണ്ടായി ഒരു ബോൺ ക്രിമിനൽ ആണെന്ന് അറിയാം. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആ ഉറച്ചു നിക്കണം. നിൽക്കും. ദേ നോക്ക്, എന്ത് നോക്കൂ. വാവ്. ഹായ്. ഇത് കൊള്ളാം. എന്താ അറിയില്ല, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എടോ, ഇതാണ് ഈ വീട്ടിലെ പ്രശ്നം. ഇതിലെന്താ പ്രശ്നം? ഇത് ഇവിടുത്തെ മരിച്ചുപോയ മമ്മിയുടെ പ്രേതമാണോ? പ്രേതം. മൈ കൺട്രോളൻസസ്.